റാം നാരായൺ റാം. യാഥാർത്ഥ്യതയുടെയും ആചരണക്ഷമതയുടെയും ഈ നിയമത്തിലാണ് നാം മുന്നോട്ടു പോകുന്നത്. ഈ മന്ത്രത്തിൻ്റെ തേജസ്സിനെയും ഈ ശബ്ദത്തിൻ്റെ ശക്തിയെയും വിവരിച്ചു പറയാൻ കഴിയില്ല. അതിനായി പ്രത്യേക നിയമങ്ങളൊന്നും വേണ്ടതില്ല. ഈ യന്ത്രം വായിക്കാൻ മാത്രം കഴിയുന്നു. സ്ഫുരണം സ്വയമായിട്ടുണ്ടാകും. മധുരം എന്ന രുചിയെക്കുറിച്ച് നമുക്ക് മുമ്പേ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പുതുതായി ജനിച്ച ശിശുവിൻ്റെ വായിൽ തേൻ ഇടുമ്പോൾ അത് അതിനെ തനിയെ ചൂഷിത്തുടങ്ങുന്നു. മന്ത്രത്തിൻ്റെ മധുരമായ രാഗവും നിനാദവും അതുപോലെയാണ്. ഗർഭാവസ്ഥയിൽ 10 മാസം കഴിയുകയും ചെയ്തിട്ടും ഇന്നും നാം മൂലാധാരത്തിലും മണിപൂരത്തിലെ ഗർഭത്തിലും കുണ്ടലിനി ശക്തിയായും കുണുങ്ങിയിരിക്കുകയാണ്. സകല ശക്തികളും ഉണർന്നിരിക്കുകയാണ്. പാമ്പ് എങ്ങനെ ഉണരുന്നു? ആരാവലിയാൽ അത് കേൾക്കില്ല. പാമ്പിന് ചെവിയില്ല, അത് നാവിലൂടെയാണ് കേൾക്കുന്നത്. പാമ്പ് തൻ്റെ ഒരു തുരുത്തിലായിരിക്കുമ്പോൾ ഗ്രാമങ്ങളിലെ പാമ്പ് പിടുത്തക്കാരായ സംപേരന്മാർ പാമ്പിൻ്റെ തുരുത്തിന് സമീപം ഹിഷ് ഹിഷ് എന്ന് ശബ്ദം മുഴക്കുന്നു. പാമ്പ് അത് കാണുന്നു. പിന്നെ നാവ് ചാപ്പിക്കുമ്പോൾ സംപേരൻ്റെ പാട്ടും വീണയുടെ ശബ്ദവും കേൾക്കുന്നു. അതിനുശേഷം പാമ്പ് മിതമായ വേഗത്തിൽ എഴുന്നേൽക്കുന്നു. സംപേരൻ ഉടനെ അതിൻ്റെ കഴുത്തു പിടിക്കുന്നു. നമ്മളുടെ ഉള്ളിലുമുള്ള പാമ്പ്, അതായത് കുളകുണ്ടലിനിയിലായിരിക്കുന്ന പാമ്പ്, ഏത് സംപേരൻ്റെ ശബ്ദത്തിലാണ് ഉണരാൻ പോകുന്നത്?